ബി.ജെ.പി നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ് നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ പി കെ കൃഷ്ണദാസ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം യു.ഡി.എഫുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തുറന്ന പറച്ചിൽ തന്നെയാണ് എസ്.ഡി.പി നേതൃത്വം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഈ നിരോധിക്കപ്പെട്ട PF പോപ്പുലർ ഫ്രണ്ടും അതുപോലെ അവരുടെ രാഷ്ട്രീയ മുഖമായ SDPI ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്രവാദ ഭീകരവാദ ഗ്രൂപ്പുകൾ ഈ UDFന് നിരുപാധിക പിന്തുണ നൽകാൻ തയ്യാറായത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കന്മാർ ഈ PFI പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ SDPIയും SDPIയുമായി നടത്തിയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്നും അധികാരത്തിൽ വന്നാൽ ഇവരുടെ നിരോധനം പിൻവലിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ തീവ്രവാദ സംഘങ്ങൾ UDFനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് പരസ്യമായി പ്രവർത്തിക്കുകയും ചെയ്തു. അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട്, അതായത് SDPI, PFI, ജമാഅത്ത് ഇസ്ലാമി, ഈ ഒരു പുതിയ തീവ്രവാദ സംഘത്തിന്റെ കൺസോർഷ്യം ഉണ്ട്. ആ കൺസോർഷ്യം പരസ്യമായിട്ടായിരുന്നു പാലക്കാട്ട് UDFന് വേണ്ടി പ്രവർത്തിച്ചത്. ഇനി ഞങ്ങൾ ഇത് ഭാരതീയ ജനതാ പാർട്ടി ഇത് പരസ്യമായിട്ട് ഈ വിഷയം ജനമധ്യത്തിൽ അവതരിപ്പിച്ചിരുന്നു, പത്രസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിരുന്നു. ഇതിപ്പോ സത്യസന്ധമാണ്, ശരിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു MLA സ്ഥാനത്തിന് വേണ്ടി ഒരു MP സ്ഥാനം MPമാരെ ലഭിക്കാൻ വേണ്ടിയിട്ട് MLAമാരെ ലഭിക്കാൻ വേണ്ടി ഏത് രാജ്യദ്രോഹികളുമായിട്ടും ഏത് ദേശവിരുദ്ധ ശക്തികളുമായിട്ടും കൈകോർക്കാൻ കോൺഗ്രസിനും UDFനും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തീവ്രവാദ സംഘങ്ങളുമായിട്ടുള്ള ബാന്ധവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് സ്വാഭാവികമായിട്ടും നമ്മുടെ കനത്ത വില നൽകേണ്ടി വരും. ഇത് കേവലം ഒരു UDFും അതുപോലെ തന്നെ ഈ ഏതാനും സംഘടനകൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ ഒരു മുന്നണി ബന്ധം മാത്രമല്ല. ഇതിനപ്പുറത്ത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ഐക്യം, നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വം തന്നെ അപകടകരമാക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഇപ്പൊ കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത്. സ്വാഭാവികമായി ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ, ഇനി ഏത് തീവ്രവാദ സംഘങ്ങൾ UDFനെ പിന്തുണച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന കാര്യം സംശയമില്ല. കാരണം കോൺഗ്രസിനകത്തുള്ള ദേശസ്നേഹികളായ ആളുകൾ ഈ തീവ്രവാദ സംഘങ്ങളുമായി ഭീകരവാദ സംഘങ്ങളുമായിട്ട് കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിട്ടുള്ള ഈ രഹസ്യധാരണ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എങ്ങനെയും ജയിക്കുക, അത് രാജ്യവിരുദ്ധരെ കൂട്ടുപിടിച്ചാണെങ്കിലും ജയം ഉറപ്പിക്കുക, അത്തരമൊരു നീക്കം തന്നെയാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെ തള്ളിപ്പറയാൻ പോലും അവർ തയ്യാറാകാത്തതല്ലേ? അല്ല, തള്ളിപ്പറയല്ലോ. നമ്മൾ UDF ആയാലും LDF ആയാലും തലോടുകയല്ലേ ചെയ്യുന്നത്. തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ തീവ്രവാദ ഭീകരവാദ ദേശവിരുദ്ധ ശക്തികളെ തലോടുകയാണ്, അവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇന്ത്യയിലെ ഈ തീവ്രവാദ സംഘങ്ങളുടെ ഹബ്ബായിട്ട് കേരളം മാറുന്നതിന്റെ കാരണം ഭരണകക്ഷിയും മുഖ്യ പ്രതിപക്ഷ കക്ഷിയും ഈ രണ്ടുപേരും ഈ ദേശവിരുദ്ധ ശക്തികളെ തലോടുകയല്ലേ, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുകയല്ലേ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ലോകത്ത് മുഴുവൻ പോയിട്ട് ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടത്തുന്നത്, ദേശവിരുദ്ധ പ്രസംഗം നടത്തുന്നത്, നമ്മുടെ ഇന്ത്യ വിരുദ്ധതയുടെ അംബാസഡറായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കീഴിലുള്ള സംസ്ഥാന നേതൃത്വം സ്വാഭാവികമായും ദേശവിരുദ്ധ ശക്തികളുമായി കൈകോർത്താൽ എന്താ അത്ഭുതപ്പെടാനുള്ളത്? ഇപ്പൊ അമേരിക്കയിൽ പോയാലും ശരി, കനഡയിൽ പോയാലും ശരി, ബ്രിട്ടനിൽ പോയാലും ശരി, എന്താ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്? ഇന്ത്യയിൽ ജനാധിപത്യമില്ല, ഇന്ത്യയിൽ മതേതരത്വമില്ല, ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബന്ധം. അതുപോലെ പുറത്തു മാത്രമല്ല, കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ വിരുദ്ധ ശക്തി ദേശവിരുദ്ധ ശക്തികളുമായിട്ട് കൈകോർക്കുന്നു, രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നു, രാഷ്ട്രീയ സഹകരണം ഉണ്ടാക്കുന്നു. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിലെ ദേശസ്നേഹികളായ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടെന്നും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും പുറന്തള്ളിയ കോൺഗ്രസ്
പുറന്തള്ളിയ CPM കേരളത്തിൽ മാത്രമാണുള്ളത് അവശേഷിക്കുന്നത്. ഇന്ത്യയിൽ അവശേഷിക്കുന്ന ചുരുങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിലെ ജനത, ദേശസ്നേഹികൾ ഈ രണ്ട് പാർട്ടിയെയും തുടച്ചു മാറ്റാൻ തയ്യാറാകും. അതിന്റെ ആരംഭമായിരിക്കും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ആരംഭിച്ചത് പാലക്കാട് ആവർത്തിക്കും. അത് 2025-ലും 2026-ലും കേരളമാകെ വ്യാപിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നു. സർ, തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, കാത്തിരിക്കുന്നതിനും ശ്രീ പി.കെ. കൃഷ്ണദാസ്. ഒപ്പം തന്നെ ഈ SDP നേതൃത്വം വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഈ BJP വിരുദ്ധ നിലപാടിന്റെ പേരിൽ ഈ രണ്ട് മുന്നണികളെയും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നേമത്ത് വി ശിവൻകുട്ടി ജയിച്ചൊരു SDP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ടാണ്, ഒപ്പം മഞ്ചേശ്വരത്ത് ത്യാഗം ചെയ്യുന്നൊരു കാരണമാണ് ലീഗ് ജയിക്കുന്നതെന്ന്. അതായത് LDFനെയും UDFനെയും ഒരുപോലെ കരം പിടിക്കുന്ന സമീപനം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ തള്ളിപ്പറയുകയല്ല, തലോടുകയാണ് ഈ രണ്ട് മുന്നണികളും ചെയ്യുന്നത്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോഴുള്ള ഈ നേതാക്കളുടെ വാർത്താ സമ്മേളനം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഒരു കാര്യം ഉറപ്പല്ലോ, മദനിയുമായിട്ട് ചങ്ങാത്തം കൂടുകയും പരസ്യമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്ത പാരമ്പര്യമല്ലേ ഇപ്പോൾ CPM-നുള്ളത്. നമുക്കറിയാലോ, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തില് PDPയുടെ സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ടാണല്ലോ ഇടതുമുന്നണി പിന്തുണച്ചതും പിന്താങ്ങിയതും. മാത്രമല്ല, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് അബ്ദുൽ നാസർ മദനിയെ, അതായത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് സ്റ്റേജിൽ വെച്ച് ആലിംഗനം ചെയ്തതും കെട്ടിപ്പിടിച്ചതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ചരിത്രം തന്നെ ദേശവിരുദ്ധ ശക്തികളുമായിട്ട് സഹകരിക്കുന്നതായിരുന്നു. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കാണും. പക്ഷെ കോൺഗ്രസും അതേ പാതയിലാണ് നീങ്ങുന്നത്. ഇപ്പൊ കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു C-ക്യൂബ്ഡ് സഖ്യമാണ്. C-ക്യൂബ്ഡ് സഖ്യം, അതായത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കമ്മ്യൂണലിസ്റ്റ്, ഈ മൂന്നും ചേർന്നുകൊണ്ടൊരു സഖ്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. BJPക്ക് വിജയസാധ്യതയുള്ള, BJPക്ക് ശക്തമായിട്ട് മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഈ C-ക്യൂബ്ഡ് സഖ്യം നിലവിൽ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത 2025-ലും 2026-ലും, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJP സംസ്ഥാന വ്യാപകമായി പുതിയ ശക്തിയായിട്ട് വലിയ മുന്നേറ്റം നടത്താൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ C-ക്യൂബ്ഡ് സഖ്യം ഇപ്പം പാലക്കാട്ട്, മഞ്ചേശ്വരം, അതുപോലെ ചില BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ C-ക്യൂബ്ഡ് സഖ്യം, അതായത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കമ്മ്യൂണലിസ്റ്റ് സഖ്യം കേരളമാകെ വ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ C-ക്യൂബ്ഡ് സഖ്യം കേരളത്തിൽ വ്യാപകമാകുന്നു. അത് അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. യെസ്, വളരെയധികം നന്ദി ശ്രീ പി.കെ. കൃഷ്ണദാസ് ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.